ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവികയും മുരളിയും എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിലെത്തുന്നു. അവിടെ കണ്ട കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളയുന്നതാണ്. അതായത് എസ്തപ്പാൻ ചേട്ടൻ്റെ തലയ്ക്കും ശരീരത്തിനുമൊക്കെ മാരകമായിട്ടുള്ള മുറിവേറ്റിട്ടുണ്ട്. തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് മുരളിയും ദേവികയും മാറി മാറി ചോദിക്കുമ്പോൾ അവർക്കത് പറയാൻ പോലും കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ അവരെ അത്രത്തോളം ഭയപ്പെടുത്തുന്നതാണ്. ഒടുവിൽ എലിയാമ്മ ചേട്ടത്തി തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു കൂട്ടം ആളുകൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയെന്നും അവരെ എസ്തപ്പാനെ അടിച്ചു വീഴ്ത്തിയെന്നും നന്ദൻ സാറിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. സാധാരണയായിട്ട് അടവുകളിൽ പിഴയ്ക്കാത്ത എസ്തപ്പൻ ചേട്ടന് പോലും ഓർക്കാപ്പുറത്തേറ്റ ഈ ഒരു ആഘാതത്തിൽ അടിപതറി പോകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കടുത്ത പനി ബാധിച്ച് ശാരീരികമായിട്ട് വളരെ വീക്കായിരുന്നു നന്ദൻ. അതുകൊണ്ട് തന്നെ ആക്രമികളെ എതിർത്ത് തോൽപ്പിക്കാനും നന്ദന് കഴിയുന്നില്ല. ഇതേസമയം പ്രഭാവതിയാണെങ്കിൽ തൻ്റെ മകനെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നതും അപായപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ട് ഞെട്ടിയുണരുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നന്ദൻ എസ്തപ്പാൻ്റെ വീട്ടിൽ സേഫ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിലും പ്രഭാവതിയെ അത് അത്രത്തോളം ഒന്നും അലട്ടുന്നില്ല. അരുന്ധതിക്കാണെങ്കിലും ഋഷി ദുബായ് ഫ്ലൈറ്റിൽ കയറിപ്പോയി എന്ന് CP വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് വല്ലാത്തൊരു ആശ്വാസമാകുന്നുണ്ട്. അതായത് ഇത്രയും ദിവസം വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലൂടെയായിരുന്നു അരുന്ധതി കടന്നു പോയിക്കൊണ്ടിരുന്നത്. ദുബായിക്ക് പോകാമെന്ന് ഋഷി സമ്മതിച്ചു എങ്കിൽ കൂടി അവസാന നിമിഷം ഋഷി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുമോ, പോകുന്നില്ല എന്ന് പറയുമോ എന്നുള്ളൊരു വാശിയിൽ നിൽക്കുമോ എന്നുള്ളൊരു പേടി അരുന്ധതിയെ അലട്ടിയിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ഭയമൊക്കെ തീർന്നു. മാത്രമല്ല 4 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഋഷി ദുബായിലെത്തും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ തനിക്കും അങ്ങോട്ട് പോകാം. ഇനിയിപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കാനില്ല. പുതിയൊരു ജീവിതം അവിടെ തുടങ്ങാം എന്നെല്ലാം ആശ്വസിച്ചിരിക്കുകയായിരുന്നു അരുന്ധതി. പക്ഷേ അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടും ഋഷിയുടെ ഒരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് തന്നെ അരുന്ധതിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അങ്ങനെ ദുബായിലുള്ള തൻ്റെ ആളുകളെ വിളിച്ചന്വേഷിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു സത്യം അരുന്ധതി മനസ്സിലാക്കുന്നത്. ഋഷി അവിടെ എത്തിയിട്ടുമില്ല, ഫ്ലൈറ്റ് കയറിയിട്ടുമില്ല. തുടർന്ന് CPയോടും ഇക്കാര്യം അരുന്ധതി പറയുന്നുണ്ട്. ഋഷി അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു. അപ്പോൾ അത് കേട്ട് CPക്കാണെങ്കിലും ആകെ ഞെട്ടിവെറിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഡം, ഞാൻ കണ്ടതാണ് ഋഷി പോകുന്നത് എന്നെല്ലാം CP ഉറപ്പിച്ച് പറയുന്നതോടുകൂടി തന്നെ തൻ്റെ മകന് എന്തോ ഒരു വലിയ ആപത്ത് ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ അരുന്ധതി ഭയപ്പെടുന്നു. അങ്ങനെ ഋഷിയെ കാണാതായതോടെ അരുന്ധതിയുടെ സംശയം മുഴുവൻ നീളുന്നത് ഇസബെല്ലയിലേക്കും കെവിനിലേക്കും തന്നെയാണ്. ഋഷിയെ കാണാനില്ലെന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് അരുന്ധതി അവരെ വിളിച്ചു വരുത്തുന്നത്. നേരിൽ കണ്ടയുടൻ അരുന്ധതി അവരോട് ദേഷ്യത്തിൽ ഋഷി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ദുബായിൽ പോയില്ലേ, ഞങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ഇസബെല്ല തിരിച്ചു ചോദിക്കുമ്പോൾ അരുന്ധതിക്ക് ദേഷ്യം ഇരട്ടിക്കുകയാണ്. ഒടുവിൽ സഹികെട്ട് അരുന്ധതി തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഇസബെല്ലയ്ക്ക് നേരെ ചൂണ്ടുന്നു. ഒരു സിംഗിൾ മദറായ തനിക്ക് മകന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലെന്ന് അവർ തെളിയിക്കുകയാണ്. തുടർന്ന് കെവിൻ ഇടപെട്ട് അരുന്ധതിയെ തണുപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. മാഡം, ഞങ്ങൾക്ക് ഋഷിയെ കാണാതായതിന് പിന്നിൽ ഒരു മനസ്സറിവില്ല എന്നും അവസാനം ഋഷി ഇവിടെ നിന്നും പോകണം എന്ന് തന്നെയാണ് തങ്ങളും ആഗ്രഹിച്ചിരുന്നതെന്നും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം എങ്ങനെയെങ്കിലും അവസാനിച്ച് കിട്ടണമെന്ന് ഞാനും ബെല്ലയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഋഷിയെ കാണാതായതിന് പിന്നിൽ തങ്ങൾക്ക് യാതൊരു പങ്കും ഇല്ല എന്ന് തന്നെ കെവിൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടുകൂടി തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ അരുന്ധതിക്കും ബോധ്യമാവുന്നുണ്ട്. ഇതിന് പിന്നിൽ മറ്റാരോ പ്രവർത്തിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ തങ്ങളറിയാത്ത ദുരൂഹത ഉണ്ട് എന്ന് തന്നെ അരുന്ധതി മനസ്സിലാക്കുന്നു. പിന്നീട് ദേവികയാണെങ്കിൽ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം ഹരിസാറിനെ വിളിച്ചു പറയുന്നു. അതായത് ഹരിസാറാണെങ്കിൽ അന്നത്തെ ആ ദിവസം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ദേവികയ്ക്ക് വാക്ക് കൊടുത്തതാണ്. അപ്പോൾ ആ ഒരു ദിവസം തന്നെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദുവിനെ കാണാനില്ല എന്നുള്ളൊരു കാര്യം അറിഞ്ഞ് ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് മുരളിയാണെങ്കിൽ ഒരു പ്രോബബിലിറ്റി പറയുന്നുണ്ട്. ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത് ഋഷിയുടെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും. അവർ തന്നെയായിരിക്കും നന്ദനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നല്ലേ എസ്തപ്പാൻ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അവർ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് കേട്ടോ മുരളി ഉറപ്പിച്ച് പറയുന്നത്. ഇതേ സമയം ചന്ദ്രോത്താണെങ്കിൽ വലിയൊരു തർക്കം നടക്കുന്നുണ്ട്. അതായത് നന്ദനെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് പ്രഭാവതി ആകെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഹരിസാറാണല്ലോ ഇതിൻ്റെ എല്ലാം ഇടനിലക്കാരനായിട്ട് എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രഭാവതിക്ക് ഹരിസാറിനോട് തന്നെയാണ് കടുത്ത ദേഷ്യം തോന്നുന്നത്. അങ്ങനെ ആകെ തകർന്നു പോവുകയാണ് പ്രഭാവതി.
ഒടുവിൽ ഹരിസാറിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തൻ്റെ മകനെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അലറി കരയുന്നു. എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാമെന്ന് ഹരിയേട്ടൻ ഞങ്ങൾക്ക് വാക്ക് തന്നതല്ലേ, ഇപ്പം എൻ്റെ മകനെ കാണാനില്ല, അവൻ അവിടെ സുരക്ഷിതനായിട്ടുണ്ട് എന്ന് കരുതി ഞങ്ങൾ വലിയൊരു ആശ്വാസത്തിലായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സമനില തെറ്റിയ പോലെ ആവുന്നുണ്ട് കേട്ടോ പ്രഭാവതി. ഒടുവിൽ സിദ്ധാർത്ഥാണെങ്കിലും പ്രഭാവതിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥൻ്റെ വാക്കുകളൊന്നും ഉൾക്കൊള്ളാനായിട്ട് പ്രഭാവതിക്ക് ഈ ഒരു സമയത്ത് കഴിയുന്നില്ല. എല്ലാം കലങ്ങി തെളിഞ്ഞ് വരുമായിരുന്നു എന്നും ഉടനെ തന്നെ നന്ദൻ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരും, പ്രഭയുടെ മുന്നിൽ എത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിസാറാണെങ്കിൽ അവരെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് മുരളിയും ദേവികയാണെങ്കിൽ അവിടെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് നടന്നിട്ടുണ്ടോ, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഏലിയാമ്മച്ചിയെടുത്തിയാണ് ആ ഒരു കാര്യം എടുത്തിടുന്നത്. അതായത് ഭ്രാന്തനായിട്ടുള്ള ഒരു വ്യക്തി അവിടെ വന്നിരുന്നു എന്നും അയാൾ പക്ഷേ അയാളുടെ ഉദ്ദേശം ഭക്ഷണമായിരുന്നില്ല എന്നും മറ്റെന്തോ അന്വേഷിക്കുന്നത് പോലെയാണ് തങ്ങൾക്ക് തോന്നിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഏലിയാമ്മച്ചെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ എസ്തപ്പാനും അത് ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ അവരോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ആ ഒരു വ്യക്തിയെ കണ്ടെത്താൻ തന്നെ അവരും തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. അത് വെറും ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നും അയാൾക്ക് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവരെത്തിച്ചേരുന്നത്. അപ്പോൾ ഏതായാലും അയാളെ പിടികൂടുന്നതോടുകൂടി തന്നെ സത്യങ്ങളുടെ ചുരുളുകളൊക്കെ അഴിയാനായിട്ട് പോകും. കാരണം അയാളെ പറഞ്ഞയച്ചിരിക്കുന്നത് ഋഷി തന്നെയാണ് നന്ദനെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. അരുന്ധതിയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തൽക്കാലത്തേക്ക് ദുബായിലേക്ക് പോകാമെന്നെല്ലാം സമ്മതിച്ചുകൊണ്ട് ഋഷി തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ കളിച്ചിരിക്കുന്നത്. ഋഷിയുടെ ആൾക്കാരാണ് നന്ദനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അപ്പം നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലിനായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്